ലോകത്തുടനീളം സൈബർ ആക്രമണങ്ങൾ പെരുകുമ്പോൾ നമ്മൾ അത്ര ബോധവാന്മാരായിരുന്നില്ല. കാരണം പല ഘട്ടങ്ങളിലും നമുക്ക് അത്ര പേടിക്കേണ്ടിയിരുന്ന സാഹചര്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിനടക്കം വലിയ മുന്നറിയിപ്പുകളുമായി സൈബർ ആക്രമണങ്ങൾ വ്യാപിക്കുന്നു. ഓരോ മണിക്കൂറിലും പുതിയ സൈബർ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി കൊല്ലത്തും പത്തനംതിട്ടയിലും വരെയും. എന്നാലും അത്തരം സൈബർ ആക്രമണങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സൈബർ ആക്രമണം? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. തുടരുന്ന സൈബർ ആക്രമണങ്ങൾ കേരളം എങ്ങനെ കരുതിയിരിക്കണം? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്ന് ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ആദർശ് നായർ, GSTയിലെ ഉദ്യോഗസ്ഥനാണൊപ്പം സൈബർ എക്സ്പേർട്ടും സൈബർ ഡോമിനൊപ്പം തന്നെ ചേർന്ന് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ ക്യാപ്റ്റൻ കൃഷ്ണലാൽ, അദ്ദേഹം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലുണ്ട്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടാണ്. ഒപ്പം തന്നെ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും രതീഷ് ആർമാൻ, ടെക്നോളജിസ്റ്റ്, അദ്ദേഹവും ചർച്ചയിൽ പങ്കുചേരുന്നതാണ്. വനക്രൈ റാൻസംവെയർ സൈബർ ആക്രമണത്തിന് കേരളവും ഇരയായിരിക്കുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. തന്നെ ക്യാപ്റ്റൻ കൃഷ്ണലാൽ, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പല തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഇനിയും തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇതിന് കൂടുതൽ ഡെപ്ത് ഉണ്ടാകാനുള്ള, പിന്നെ അവരുടെ ഡിമാൻഡ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആൾക്കാർ ഇതിൽ ഒരുപക്ഷെ അത്രയും അവെയർ ആയിരിക്കത്തില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു സൈബർ ആക്രമണം? I would say one simple thing. Cyber security is a common sense thing. എന്ന് വെച്ചാൽ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട ഒരു സംവിധാനമാണ് സൈബർ സെക്യൂരിറ്റി. അല്ലാതെ നമ്മൾ ഈ ടെക്നോളജി പറയുക, ഡെപ്ത് എന്നൊക്കെ നമ്മളൊക്കെ പറയുകയാണെങ്കിലും ശരിക്കും അതൊന്നും അതിനകത്തില്ല. നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്നു, വീടിന് ചുറ്റുമതിലുണ്ട്, അതിന് വാതിലുകളുണ്ട്. ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടല്ല, നമുക്കറിയാം ഇതൊക്കെ ആവശ്യമാണെന്ന്. വാതിലടയ്ക്കാൻ നമ്മൾ ആരും വീട്ടിൽ കിടന്നുറങ്ങാറുമില്ല. രാത്രിയാവുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ടോർച്ചും ഒക്കെ ആയിട്ട് പോയി നോക്കാറൊക്കെ ഉണ്ട്. ഇത്തരം സംവിധാനങ്ങളാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലും ചെയ്യേണ്ടത്. മോണിറ്റർ ചെയ്യുക, അപ്ഡേറ്റുകൾ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ATMസിൻ്റെ കാര്യം എടുത്തു. പല ATMസും ഇപ്പം ഷട്ട് ഡൗൺ ആണെന്ന് പലരും പറയുന്നുണ്ട്. കാരണം വിൻഡോസ് XP പോലെയുള്ള പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തില്ല? അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാതലായ പ്രശ്നം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബാങ്ക് ആണെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അവരൊക്കെ തന്നെയാണ്. ഈ വന്ന ഇത്തരത്തിലുള്ള റാൻസംവെയർ, ഇതുപോലെ ഒരുപാട് റാൻസംവെയർസ് ഇതിനു മുമ്പുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടുള്ളൊരു കാര്യമാണ്. കേരള പോലീസ് സൈബർ ഡോം ഇതേപ്പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനി റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള പ്രോഡക്ട്സും ഇതിനെതിരായിട്ടുള്ള പ്രോഡക്ട്സും പലരും ഇതുവരെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഇത് സീരിയസ് ആയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇത് എനിക്ക് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് വരുന്നൊരു പ്രശ്നമല്ല, ഈ കമ്പനിക്ക് വരില്ല, വരുമ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ ഒരു ശീലമാണ്. UK നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ അവരിപ്പോഴും വിൻഡോസ് XP ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. എത്രമാത്രം സിസ്റ്റംസിനെ ഇത് അഫക്റ്റ് ചെയ്യാൻ പറ്റി. പണ്ട് നമ്മൾ വൈറസ് എന്ന് പറയും, പിന്നെ വേം എന്ന് പറയും, ഇങ്ങനെ പല പല പേരുകളിൽ വന്നു. ഈ ടെക്നോളജികളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സിമ്പിളായി നോക്കുക, നമുക്ക് പറഞ്ഞിട്ടുള്ള കോമൺ സെൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അപ്ഡേറ്റുകൾ ചെയ്യുക, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടിയുള്ളൂ. ശ്രീ ആദർശ് നായർ, ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒഫീഷ്യൽ ഫയലുകൾ ഇപ്പം പലയിടത്തും പഞ്ചായത്തിലെയൊക്കെയാണ് ഈ വിധത്തിലൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പലയിടത്തും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അവയർനെസ് ഇല്ലാത്തതാണോ, അതോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുമ്പോഴും നമ്മളിപ്പോൾ IT സെക്ടർ ആയാലും എല്ലാം നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആണ്, പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഇവിടെ ഞാൻ ക്യാപ്റ്റൻ ലാല് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്താണ്. ഇപ്പോൾ ലാല് പറഞ്ഞു നല്ലൊരു വീട് വേണം, നമ്മൾ അതിൻ്റെ ചുറ്റൊക്കെ വാതിൽ വേണം, നല്ലൊരു നല്ലൊരു ചുറ്റുമതിൽ വേണം, ഇതെല്ലാം വേണം. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു വാതിൽ ലോക്ക് ഇല്ലാത്തതാണെങ്കിൽ ആർക്ക് വേണം അകത്തോട്ട് കയറാം. അതാണ് നമ്മൾ സെക്യൂരിറ്റി സംബന്ധിച്ച് നമ്മൾ ഒരു സെക്യൂരിറ്റി ഫ്ലോ എന്ന് പറയുന്നത്. അതായത് അതുവഴി എൻ്റെ വീടാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കയറിയാൽ മതി. പക്ഷേ കൊളുത്തില്ലെങ്കിൽ, ഒരു ലോക്കില്ലെങ്കിൽ ആർക്ക് വേണം അതിൻ്റെ അകത്തോട്ട് കിടക്കാം. അങ്ങനെയുള്ള ഒരു ട്രസ്പാസിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ വിൻഡോസിൻ്റെ 10 ഒഴിച്ച് ബാക്കി ഉള്ള വേർഷൻസിലെല്ലാം ഒരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതല്ലേ? കാരണം എല്ലായ്പ്പോഴും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അതിനെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. സ്വാഭാവികമായും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ടതല്ലേ?
എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ആ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ചിന്തിക്കണം. പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ആൻറ്റിവൈറസ് ആയാലും എല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് തരുന്നത്. ഒരു വിൻഡോസ് XP അല്ലെങ്കിൽ ഒരു വിൻഡോസ് 7 ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ആരും അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓരോ തവണയും മൈക്രോസോഫ്റ്റ് ആയാലും AR ആയാലും ഓരോ അപ്ഡേറ്റ് ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? എന്തെങ്കിലും ഒരു പ്രശ്നം മുമ്പിൽ ഉള്ളത് കൊണ്ട് അതിനെ പരിഹരിക്കാനാണ് പുതിയ ഒരു അപ്ഡേറ്റ് ഇറക്കുന്നത്. ആ ഒരു അപ്ഡേഷൻ ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെയ്യാത്തതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. കൂടാതെ എന്താ, ഇങ്ങനെയുള്ള ഒരു പബ്ലിക് മീഡിയ ആയാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് പോപ്പുലറാണ്. സ്ഥിരം ഇങ്ങനെയുള്ള അറ്റാക്കിനെ കുറിച്ചും ലോകത്ത് നടക്കുന്ന അറ്റാക്കിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഡെയിലി നമ്മൾ വായിക്കുന്നതാണ്. എന്നിട്ട് പോലും ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ എടുക്കാത്തതാണ് പലപ്പോഴും ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇപ്പം തന്നെ കേരള പോലീസിൻ്റെ സൈബർ ഡോമിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. കേരള പോലീസിന് നമ്മുടെ റാൻസം വെയർ സ്കൂൾ എന്നൊരു പ്രത്യേക ഡിവിഷൻ തന്നെയുണ്ട്. ഇവിടെ എന്താ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റാൻസം വെയറിനെ കുറിച്ചുള്ള R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ, ഇതിൻ്റെ അനാലിസിസ്, ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു അനാലിസിസും റിസൾട്ടും വഴി കിട്ടുന്നത് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. ബട്ട് അവരും കൂടി ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കണ്ണു തുറന്ന് കാണണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കോഷ്യസ്നെസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അറ്റാക്ക് പലതും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതിന് വേറെ ഒരു തലം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഇത് ഈ വാണക്രൈ, ഇത് വന്നിരിക്കുന്നത് NSA എന്നുള്ള ഒരു ലീക്കിൽ നിന്നാണ്. അപ്പോൾ ഈ NSA പർപ്പസ്ഫുള്ളി ഇത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റ് അവരുണ്ടാക്കി ആരോടും പറയാതെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തിന്? സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. എല്ലാ രാജ്യങ്ങൾക്കും അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ അപ്ഡേറ്റ്സും നടത്തി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും പല രാജ്യങ്ങളുടെ കയ്യിലും പല സ്പൈ ഏജൻസീസിൻ്റെ കയ്യിലും ഇതിൻ്റെ എക്സ്പ്ലോയിറ്റ്സും പലതും കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ലീക്ക് ചെയ്ത് പുറത്ത് വന്നു. ഈ ഒരു സാധനം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് പുറത്തായി, എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ ആ 1.5 മാസം സമയം ഉണ്ടായിട്ടും നമ്മൾ ആരും ഒന്നും ചെയ്തില്ല. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ലാക്ക് ഓഫ് പ്രൊആക്റ്റീവ് സെക്യൂരിറ്റി, അത് തന്നെയാണ് എപ്പോഴും വില്ലൻ എന്ന് പറയുന്നത്. കാര്യം സംഭവിച്ചു, ഇത് എല്ലാവർക്കും അറിയാം. ഈ 1.5 മാസം എന്ന് പറയുന്ന സമയത്തും ഈ സൈബർ ഡോം എന്താണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്? സൈബർ ഡോം ഇതിന്റെ വിഷയത്തിൽ സൈബർ ഡോം ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്താറുണ്ട്. പിന്നെ സൈബർ ഡോം ഒരു കോഡ്സെക് എന്നുള്ള ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഗവൺമെൻറ് ഓഫീസസിൽ നിന്നായാലും അല്ലാതെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്കൊരു സെഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ റാൻസം വെയറിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടത്, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ ഒരു സെഷൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അവർ മാത്രമല്ല IT മിഷനും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവയർനെസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലൊരു ഗവൺമെൻറ് കമ്പ്യൂട്ടറുകൾ എടുത്താൽ 40,000-50,000-ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. ഇതിലൊരു 1% ചിലപ്പോൾ വിട്ടുപോയേക്കാം. അങ്ങനെ വിട്ടുപോയിട്ടുള്ള ചില കമ്പ്യൂട്ടറുകളിലാണ് ഇത് വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത്രയൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇവിടെ ആകെ കൂടെ 1-2 ചെറിയ കമ്പ്യൂട്ടറുകൾ മാത്രമേ ഇത് അഫക്റ്റ് ആയിട്ടുള്ളൂ. സോ ഈ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമാന്യ ബോധത്തോടു കൂടി ഇതിനെ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. തിരികെത്താം. രതീഷ് ശർമ്മൻ, ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ടെക്നോളജി വൈസ് ഒക്കെ തന്നെയും ഒരുപാട് മുന്നിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ മിടുക്കരാണ് എന്നൊക്കെ അഹങ്കരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് പോലും ഈ ഒരു വിഷയത്തിലൊക്കെ ഒരു സജീവമായ ചർച്ചയോ അല്ലെങ്കിൽ ഒരു അവയർനെസ്സോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്രത്തോളം കടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ആ ഒരു വിധത്തിൽ നോക്കിയാൽ ജനങ്ങളിലേക്ക് വന്നാൽ ഇത് എങ്ങനെയായിരിക്കും അവരിൽ അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിനെ അവർ ഓവർകം ചെയ്യുക, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അവരെത്രത്തോളം അവെയറാണ് ഇക്കാര്യങ്ങളിൽ, അതിൽ ഈ ഒരു സമയം കൊണ്ട് അതെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് രതീഷ്? അതായത് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടിയാൽ പോലും ഈ ഒരു മുൻകരുതൽ, അതായത് പ്രത്യേകിച്ച് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു മുൻകരുതൽ അതെടുക്കാൻ സാധ്യമാകില്ല. കാരണം മറ്റൊന്നല്ല, നമ്മുടെ നാട്ടിൽ ഏകദേശം 90% ആളുകളും വിൻഡോസ് ഉപയോഗിക്കുന്നത് പൈറേറ്റഡ് ആണ്. നമ്മൾ ആരും തന്നെ ക്യാഷ് എടുത്ത് വാങ്ങാറില്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സർക്കാർ ഇതിലും ചില കമ്പ്യൂട്ടറുകളിൽ മാത്രമാണ് ഇത് എഫക്ട് ചെയ്തേക്കണേന്ന്. ഇതിൻ്റെ ഒരു കാരണം, ഒന്ന് സർക്കാർ പറയുന്നത് ലീനക്സ് ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് സിസ്റ്റമാണ്.
ചിലപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം അവർ കൊടുക്കുന്ന കമ്പ്യൂട്ടറിൽ. എന്നാൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് വരുമ്പോൾ ആ ഒരു കീ വെച്ച് വീണ്ടും ഒറിജിനൽ തന്നെയല്ല ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എളുപ്പത്തിന് വീണ്ടും പോയി ആ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ആ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കുറച്ച് സിസ്റ്റത്തിലേക്കായിരിക്കുള്ളൂ ഇന്നിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ജനങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ഇവർക്ക് ആർക്കും തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വിൻഡോസ് നോട്ട് ജെനുവിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിനേക്കാളും വലിയൊരു കുഴപ്പത്തിലേക്ക് അവർ ചാടും. ഇത് അറിയാവുന്നതുകൊണ്ട് ഇവരാരും തന്നെ അപ്ഡേറ്റ് ചെയ്യില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ 1 MB ഇത് പോയി ഡാറ്റ പോയി എന്നും പറഞ്ഞ് അറിയുന്ന ആൾക്കാരാ ഇന്നും ജിയോ ഒക്കെ ഫ്രീ കൊടുത്തിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു വലിയ അപ്ഡേറ്റ് വന്നാൽ, ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, കുറേ അതിനൊപ്പം അപ്ഡേറ്റുകൾ വരും. ഇതൊന്നും ചെയ്യില്ല, എല്ലാവരും അപ്ഡേറ്റ് ഓഫ് ചെയ്തിടും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി, ചർച്ചയേക്കാൾ ഉപരി വെറുതെ കുറെ തെറ്റായ കുറെ വാർത്തകളാണ് വാട്സാപ്പിൽ കൂടി ഇന്ന് പോലും ഞാൻ കണ്ടത്. ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന പല വെറുതെ ഏതെങ്കിലുമൊക്കെ കുറെ മെസ്സേജുകൾ ഇത് റാൻസം വെയറിനെ പറ്റി ആളുകൾ പരത്തുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ്. ക്യാപ്റ്റൻ കൃഷ്ണലാൽ, ഈ പറഞ്ഞതൊരു വസ്തുതയല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം? ഓക്കെ, രതീഷ് പറഞ്ഞത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് പല കമ്പ്യൂട്ടറുകളും ലൈനിക്സ് സിസ്റ്റംസാണ് എന്ന് വെച്ചിട്ട് ഈ ലൈനിക്സ് സിസ്റ്റംസ് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല? കുറച്ച് ലൈനിക്സ് സിസ്റ്റംസ് മാത്രമേ ലോകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് ആണ് കൂടുതലുള്ളത്. മാത്രമല്ല ലൈനിക്സ് ഒരു ഓപ്പൺ സോഴ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന പ്രശ്നങ്ങൾ പലതും തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം.
വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. സെക്കൻഡ്, അതിന് ആൻറ്റി വൈറസോ അങ്ങനെ ആൻറ്റി മാൽവെയറോ ഉണ്ടെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈ രണ്ട് എക്സ്പ്ലോയിറ്റാണ് ആക്ച്വലി, ഈ രണ്ട് സെക്യൂരിറ്റി ഫ്ലോ ആണ് ആക്ച്വലി ഈ അറ്റാക്കിന് കാരണമാകുന്നത്. അവിടെ ഒരു നെറ്റ്വർക്ക് അഡ്മിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അവർ എൻഷുർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് എല്ലാ സിസ്റ്റംസും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ആൻറ്റിവൈറസ് എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ജിമ്മി സൈബർ ഡോമും അങ്ങനെ ഒരു പാരലായിട്ട് നമ്മുടെ ഒരു വളരെ ആക്റ്റീവായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പഞ്ചായത്തുകളിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഇത് ട്രാൻസ്പെറൻ്റ് ആയി കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇല്ലേ? അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാത്തൊരവസ്ഥയാണോ ഉള്ളത്? ട്രാൻസ്പെറൻറ്റ് ഒരു ചെക്ക് ചെയ്യുന്ന രീതിയിലല്ല, പക്ഷേ ഇവിടെ എല്ലാം കൺവേ ചെയ്യിക്കാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ കുറേയൊക്കെ കൺവേ ചെയ്യിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അറ്റാക്ക് ഇത്രയിൽ നിന്നത്. അതൊരു സൈബർ ഡോമിന്റെ ഒരു വിജയമായിട്ട് ടെക്നിക്കൽ അവയർനെസിന്റെ പ്രശ്നമാണോ? ടെക്നിക്കൽ അവയർനെസ് ആണ്. ടെക്നിക്കൽ അവയർനെസ് മാത്രമല്ല, ലാല് പറഞ്ഞ കണക്ക് ഇറ്റ്സ് എ യൂസ് ഓഫ് കോമൺ സെൻസ്. ഓക്കെ, നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ ആ മെയിൽ ആരയച്ചു, എന്തിനയച്ചു, ആ മെയിൽ എനിക്ക് വരേണ്ടതാണോ എന്നൊന്നും ചിന്തിക്കാതെ ചാടിക്കറി ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഇനഫ്. അത് മതി അറ്റാക്കിന് സംഭവിക്കാൻ. ഇതിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ അറ്റാക്ക് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വാണക്രൈ, ഇത് ആദ്യം ഒരു യൂസറിന് ഒരു മെയിൽ വരികയോ അതുപോലെ എന്തെങ്കിലും വന്നിട്ട് ആ മെയിലിനകത്തുള്ള അയാൾ പോയത് ക്ലിക്ക് ചെയ്ത് ആ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉത്തരവാദി ആ യൂസറാണ്. ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ നിന്നാണ് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് പടരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് യൂസേഴ്സും സാധാരണ ജനങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകൾ മാത്രമെന്നുള്ളതല്ല, ഇതെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വളരെ പഴയ സിസ്റ്റം ആയിരുന്നിരിക്കാം. ഇനി ഇതിലെ അടുത്തതെന്ന് പറഞ്ഞാൽ IT മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, അവിടെ കോൺസ്റ്റന്റ് മോണിറ്ററിങ്, ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ പോലീസിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മോണിറ്ററിംഗ് ആണ് ശരിക്കും. ആ മോണിറ്ററിംഗ് സൈബർ സംവിധാനത്തിൽ കൊണ്ടുവരണം. കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തനമാക്കി എല്ലാ സിസ്റ്റംസ്, ഈ 40,000 സിസ്റ്റംസും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു ഡാഷ്ബോർഡിൽ കൊണ്ടുവരിക. ഇതെല്ലാം ഹെൽത്തി ആണോ, അപ്ഡേറ്റഡ് ആണോ, ആരെങ്കിലും ഇതുപോലെ വേണ്ടാത്ത ഫയലുകൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം അറിയാനുള്ള സംവിധാനം ഉണ്ടാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു പരിപൂർണ സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതൊരു ടെക്നോളജി പ്രോബ്ലം ഒന്നും കൊണ്ട് ആയിട്ടല്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ കൊച്ചി മെട്രോ ഉണ്ടാക്കിയതുപോലെ ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററും തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഒരുപക്ഷെ അതൊരു വലിയ പ്രവർത്തനമായിരിക്കും, എല്ലായിടത്തെയും ചെക്ക് ചെയ്ത്. അതെ, അതൊരു വലിയ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം സമയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ kairali.tv.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ അതിലൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്. ഞാനതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് ആ ലിങ്കിന് പകരം വേറെ എന്തെങ്കിലുമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അത് എൻ്റെ കമ്പ്യൂട്ടറിൽ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പലതും വിശ്വാസത്തിൻ്റെ പുറത്ത് നടന്നു പോകുന്നതാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് സെക്യൂരിറ്റി മോണിറ്ററിങ്ങും. അത് കൂടാതെ ഈ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനായിട്ട് ഇടയ്ക്കിടെ വൾനറബിലിറ്റി അസസ്മെൻറ്റുകൾ നടത്തണം. അതായത് ഇപ്പോൾ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിലും വലിയ ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ, ഇപ്പോൾ നേരത്തെ ആദർശ് പറഞ്ഞ പോലെ ആ വാതിൽ തുറന്ന് കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് നമ്മൾ ചുറ്റും നടന്നു നോക്കിയാലേ അറിയാൻ പറ്റൂ. അങ്ങനെ നടന്നു നോക്കി അങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്ത് അതിനനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ശ്രീ രതീഷ്, ഇവിടെ ഇനിയും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിനെ എങ്ങനെ നമ്മൾക്ക് മറികടക്കാം എന്നുള്ളതാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇതിനകത്ത് എടുക്കാനുള്ളത്? ശ്രീ രതീഷ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ, ഒന്ന് വിൻഡോസിന്റെ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസ് 8.1 അങ്ങനെ അല്ലെങ്കിൽ 10 ഒക്കെ ആണെങ്കിൽ അതിന്റെ പാച്ച് വന്നിട്ടുണ്ട്. വിൻഡോസ് മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അടുത്തത് ഇപ്പോൾ ആന്റി റാൻസം വെയർ, അത് മാൽവെയർ ബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അത് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിടാം. ഒപ്പം നല്ലൊരു ആന്റിവൈറസ്, നമ്മുടെ കേരളത്തിൽ എൻ്റെ ഞാൻ കൂട്ടുകാരുമായിട്ടുള്ളൊരു അനുഭവത്തിൽ എനിക്കറിയാം, ആരും തന്നെ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാറില്ല. കാരണം സിസ്റ്റം സ്ലോ ആകും എന്നാണ് ഒരു കാരണം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിടുക. പിന്നെ നെറ്റ്വർക്ക് പോർട്ടിൽ കൂടിയാണ് കുറച്ച് ആക്രമണം വരുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർട്ട് ID ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പ്യൂട്ടറിലേക്കും ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഫുള്ളായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്തിടുക. അങ്ങനെ ഇവ പറഞ്ഞ പോലെ ടീം വ്യൂവർ പോലുള്ള കുറേ സോഫ്റ്റ്വെയറുകളുണ്ട് നമുക്ക് റിമോട്ട് ആക്സസിനുള്ളത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ മറ്റൊരു സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയൽ ഇങ്ങോട്ട് നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യപ്പെടും. ഒപ്പം നമ്മുടെ
കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല, ഒരു 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞൊരു മെയിൽ വന്നാൽ ഡോക്ടർമാർ വരെ പോയി ക്ലിക്ക് ചെയ്യാണ്. അത് എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും അത് വിശ്വസിക്കുന്നില്ല. ഒരാൾ 10 പൈസ പോലും ഫ്രീ വെറുതെ തരില്ല എന്ന് അവർ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധവൽക്കരണം കൂടി ഇനിയും ശരിക്കും ഉള്ളൊരു ബോധവൽക്കരണം കൂടി കൊടുത്താൽ മാത്രമേ ഇവരൊക്കെ അതിൽ പോലും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ വഴി ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ട് അത്തരം ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുകയും ഇവരെ അതിൽ ഒരു ട്രാക്കിൽ കൊണ്ടുവന്ന് എത്തിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഇന്നത്തെ കാര്യത്തിൽ. അപ്പോൾ ഒന്ന്, നമ്മൾ ബോധവൽക്കരണം കൊടുത്താലും ആ ബോധം മനസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ വായിച്ചു നോക്കണം, അറിയണം എന്ന ആഗ്രഹം അവർക്ക് കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നും മാത്രമേ ഓരോരുത്തർ പഠിക്കുകയുള്ളൂ. പിന്നെ ടെക്നോളജി എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രിവെൻഷനുകളൊക്കെ തന്നെ എടുത്താലും നാളെ വന്നത് ഇതിനേക്കാളും വലിയൊരു ആക്രമണമായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ പുതിയ ഇതുപോലെ തടയാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ശ്രീ കൃഷ്ണലാൽ, എന്തുകൊണ്ട് നമ്മളുടെ പഞ്ചായത്തുകൾ, അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറേ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്, പക്ഷേ ഈ എയിം ചെയ്യപ്പെടുന്നതിൽ നമ്മൾ കൂടി ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് വരുന്നത്? ഇതൊരു എയിംഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ല. ഇത് അതിനുള്ളിൽ സ്പ്രെഡായി ഇതിൽ ഏതുവഴി അവിടെ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും പറ്റിയേക്കാം. ഫോറൻസിക് അനാലിസിസ് ഒക്കെ നടത്തി നോക്കിയാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഏതോ ഒരു ലിങ്ക്, അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു വെയിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഏരിയയിൽ നമ്മളുടെ ഈ പഞ്ചായത്തുകൾ വന്നു, അല്ല അവിടുത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാർ വന്നു, അതെങ്ങനെയാണ് വന്നതെന്ന്? ഒന്ന്, അവരുടെ സിസ്റ്റം നോക്കുമ്പോൾ അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, ആ ഇന്റർനെറ്റിൽ അവർ മെയിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, ഇത് അവരുടെ ഗവൺമെന്റ് മെയിൽ തന്നെ വന്നിരിക്കാം. അതിന്റെ പേരിൽ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നതാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് വരുന്നതായിട്ട് കാണിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസനീയമായ ഒരു സ്ഥലമായിരിക്കും, നമ്മൾ ക്ലിക്ക് ചെയ്യും. ചിലപ്പോൾ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല, ഈ റാൻസം വെയർ അവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് കേരളം എയിമാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ കേരളം കേട്ടില്ല. കേരളം അങ്ങനെ അവരുടെ ഒരു ലക്ഷ്യമാവാൻ സാധ്യതയുണ്ട്? കേരളം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തതുപോലെ മറ്റ് സ്ഥലങ്ങളിലുണ്ടായി അതിങ്ങ് വന്നു എന്നല്ലാതെ ഇതൊരു ടാർഗറ്റഡ് ആയിട്ട് ഇവിടെ വന്നതായിട്ട് തോന്നുന്നില്ല. കേരളം $300 കൊടുത്തിട്ട് ഈ സിസ്റ്റം തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പൈസ വേണ്ടവർക്ക് എന്തായാലും അതൊരു ടാർഗറ്റഡ് അറ്റാക്കായിട്ട് അവർ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇതൊരു വൻതോതിലുള്ള ഒരു അറ്റാക്കാണെന്നും തോന്നുന്നില്ല. വൻതോതിലെന്ന് പറഞ്ഞാൽ നമ്പർ വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു 1.5 മാസത്തിനുള്ളിലുള്ള സമയത്തിലുള്ള ആരോ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ചെയ്താൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഞങ്ങളും സംസാരിച്ച് നോക്കാറുണ്ട് ഇതുപോലുള്ള ഈ റിസർച്ചൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക്. നമുക്കിതൊന്ന് നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ എത്രയോ പേര് ചെയ്യുന്നുണ്ടാവും. ഇത് ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആണ്, ആർക്ക് വേണോ ചെയ്യാം. ഇതിന് വലിയ ടെക്നോളജി നോളജ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇനി അവരുടെ ഒരു സാധ്യത എന്താണ്? ഒരു പക്ഷേ ഇങ്ങനെ ഇത്ര ഒരു വ്യാപകമായ രീതിയിൽ ഒരു പക്ഷേ കേരളത്തിന് അറ്റത്തിരുന്ന് നമ്മൾ പോലും ഈ ചർച്ച ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ സംഭവം കൊണ്ടുവന്നെത്തിക്കുമ്പോൾ അവരുടെ ഒരു എയിം എന്താകും യഥാർത്ഥത്തിൽ? അറ്റാക്കിസ്റ്റിൻ്റെ ആണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു ടാർഗറ്റഡ് അറ്റാക്ക് അല്ല. ഇതെങ്ങനെ ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ റാൻഡമായിട്ട് ഇമെയിൽ ഐഡീസ് ജനറേറ്റ് ചെയ്യും. റാൻഡമായിട്ട് ഇമെയിൽ ഐഡീസ് എന്ന് വെച്ചാൽ നമ്മുടെ A to Z എടുത്തിട്ട് റാൻഡമായിട്ട് ഇമെയിൽ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഒരു സെക്കൻഡ്സിൽ 1 lakh ഇമെയിൽസ് അല്ലെങ്കിൽ 1 crore ഇമെയിൽസ് ആണ് ഇവർ സെൻഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പല കൺട്രിയുടെ പല ഭാഗത്തു നിന്നും. അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ചിലത് ജെന്യൂൻ മെയിലായിരിക്കാം, ചിലത് ഫാബ്രിക്കേറ്റ്, അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി കാണത്തില്ല. അങ്ങനെ വന്ന ടൈമിൽ എങ്ങനെയോ ഇവർക്കുള്ള മെയിലും വന്ന് കാണാം എന്നാണ് അസ്യൂം ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഈ പബ്ലിക്കായിട്ട് പല സ്ഥലത്തും നമ്മുടെ ഇമെയിൽ ഐ ഡീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇറ്റ്സ് പബ്ലിക്കലി അവൈലബിൾ. സോ അതും ഇങ്ങനെയൊരു മെയിൽ കിട്ടാനായിട്ട് ടാർഗറ്റ് ആവാം. പിന്നെ ഇപ്പോൾ ലാല് പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു VAPT എന്നൊരു കൺസെപ്റ്റ്, അതായത് വൾണറബിലിറ്റി അസസ്മെൻ്റ് ആൻഡ് പെൻട്രേഷൻ ടെസ്റ്റിംഗ്. അതായത് നമ്മുടെ എല്ലാ സിസ്റ്റംസും, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയാലും എല്ലാ വെബ്സൈറ്റ്സും എന്തെങ്കിലും സെക്യൂരിറ്റി ഫ്ലോ ഉണ്ടോ, എന്തെങ്കിലും ഒരു സുരക്ഷാ പിഴവുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്, ആ ഒരു മെത്തഡോളജിയാണ് വൾണറബിലിറ്റി അസസ്മെൻ്റ് ആൻഡ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സൈബർഡോം എടുക്കുകയാണെങ്കിൽ സൈബർഡോം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ബാക്കി ഗവൺമെൻറ് അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ്റെ എല്ലാം വെബ്സൈറ്റുകൾ പെൻട്രേഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും സുരക്ഷാ പിഴവുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്ത് അത് പാച്ച് ചെയ്യിക്കുന്നുണ്ട്, അത് ഇല്ലാതാക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് സൈബർഡോമിൽ നിന്ന് എടുക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോആക്റ്റീവ് സെക്യൂരിറ്റി എടുത്തത് കൊണ്ടാണ് കുറച്ചെങ്കിലും നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ബാക്കി കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ ബോർഡേഴ്സ് ഇപ്പോഴും തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട്.
100,000 കൂടുതൽ ഒരു 1 മില്യണിൽ കൂടുതൽ സൈനികർ നമുക്ക് അവിടെ ഉണ്ടായിട്ടും എങ്ങനെ കയറുന്നു? എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വൾണറബിലിറ്റി അസസ്മെൻറ്റ്സ്, മോണിറ്ററിങ് ഇതെല്ലാം ചെയ്താലും അതിനിടയിൽ കൂടെ ഇതൊക്കെ വരും. അപ്പോൾ അത് വരുമ്പോൾ അതെങ്ങനെ നമ്മൾ നേരിടണം? അപ്പോൾ നേരിടേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ഡേറ്റ കൊണ്ടാണല്ലോ പ്രയോജനമുള്ളത്. അപ്പോൾ ഡേറ്റയുടെ ബാക്കപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് തിരിച്ച് ആ ഡേറ്റ തിരിച്ച് കൊണ്ടുവരിക, ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക, ഡേറ്റ തിരിച്ചിടുക, ബാക്ക് ടു ബിസിനസ്. അപ്പോൾ അത് കോമൺ സെൻസാണ്. പിന്നെയും ശ്രീ രതീഷ് ശർമ്മ, ഒരു പക്ഷേ ഇതിലെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തായാലും അവർ ഡിമാൻഡ് ചെയ്ത പണം കൊടുത്ത് ഇതൊന്നും ശരിയാക്കി എടുക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ആ വിധത്തിലൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ല, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ നമ്മളുടെ ബാങ്കിങ് സെക്ടർ ഒരു പക്ഷേ ആ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഒരു പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പല ATMകളും പ്രവർത്തിക്കുന്നത് പഴയ സംവിധാനത്തിലാണ്. അത്തരത്തിൽ നിരവധി ATMകൾ അടച്ചിടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഒരു വലിയ തയ്യാറെടുപ്പ് വേണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം ഈ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഇത് എത്രത്തോളം പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? രതീഷ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഇപ്പോൾ വിൻഡോസ് 7 ഒക്കെ അല്ലെങ്കിൽ XP ഒക്കെ ആണ് ഇപ്പോഴും പല ATMകളിലും. അപ്പോൾ നമ്മളായിട്ടൊരു ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ നമ്മുടെ പുറത്തുള്ള ആൾക്കാർ തന്നെയല്ല, ഇവിടെ ഉള്ളവരും വലിയ വലിയ ഹാക്കേഴ്സൊക്കെ ഉണ്ട്. ബാങ്കിങ് സെക്ടറിൽ ഈ അടുത്ത കാലത്തായിട്ട് പല രീതിയിൽ ഇതുപോലെ എററുകൾ വന്നിട്ടുണ്ട്, ബഗ്സ്. ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് തന്നെ SBTയുടെ ഇതുപോലെ ഒരു ബാങ്കിങ് ഇതിലും എറർ വന്നിരുന്നു. അപ്പോൾ ഇവരാരും ഇത് ജാഗരൂകരായില്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ക്യാഷ്ലെസ് എക്കോണമി എന്നുള്ള രീതിയിൽ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ആളുകൾ മുഴുവൻ ആ ഒരു രീതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വൈറസുകളും ഇതൊക്കെ വരുന്നത് സാധാരണ ജനങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്ക് അതിൻ്റെ ഒരു എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോഴും ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആ ATMകളിൽ അവർ പഴയത് ഉപയോഗിക്കാൻ കാരണം അവരുടെ സോഫ്റ്റ്വെയറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ OS ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പുതിയൊരു OSന് വേണ്ടിയിട്ട് അവരുടെ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനോ ഇതിനൊന്നും അവർ ശ്രമിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പൊതുജനങ്ങൾക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതുള്ളൊരു വിഷയം വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഇത് കഴിയുമ്പോൾ നമ്മളത് ഉപേക്ഷിച്ചിട്ട് പോകും. പിന്നീട് ഓരോ കാലം കൂടുന്നതോടും കൂടുതൽ ആക്രമണങ്ങൾ ഇനി സൈബർ ആക്രമണം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ മൊത്തത്തിൽ ശരിക്കും പുറകിലിരിക്കുന്ന ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും ഇനിയും ഉണ്ടാക്കുക. കാരണം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള പ്രവണത കൂടി വരും. ഇതിപ്പോൾ എവിടെയുള്ള കുറേ ആളുകൾ വന്നിരിക്കുന്നു. ഇതിനപ്പുറം നമ്മുടെ ശത്രുരാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ പോലും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ അടുത്ത പോലത്തെ നമ്മുടെ ATMൽ കയറി പല രീതിയിൽ കവർച്ചകൾ നടത്തിയിരുന്നു. നമ്മളൊക്കെ വെറും സിനിമകളിൽ കാണുന്ന ഇതുപോലെ. അപ്പോൾ നമ്മളായിട്ട് പഴുതുകൾ തുറന്നുവിടുകയും കൂടി ചെയ്താലോ? അപ്പോൾ അത്തരം നിരുത്തരവാദമായ കുറേ പ്രവണതകൾ അവസാനിപ്പിക്കാൻ അതിൻ്റെ അധികൃതർ തന്നെ തീരുമാനം എടുക്കണം. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു ഇതാണ്, നമ്മുടെ SBTയുടെ ഒരു സൈറ്റിലൊരു ഇതുണ്ടായി. പക്ഷെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നാണ് അവിടുത്തെ അധികൃതർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പോയി. അതിന് പകരം അവരത് ചെക്ക് ചെയ്ത് നോക്കുക, ആ ഒരു രീതിയിലേക്കല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് നമ്മൾ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഇതിൽ കാര്യമില്ല. ബുദ്ധിമുട്ടുണ്ടാവണേക്ക് മുമ്പാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. യെസ്, ശ്രീ കൃഷ്ണലാൽ, അവിടെയാണ്. അതായത് നിരവധി ATMകൾ അടച്ചിട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് പലപ്പോഴും ഇവിടെ ശ്രീ രതീഷ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോഴും അംഗീകരിക്കാൻ ബാങ്കുകൾ തയ്യാറല്ല. ഇത്തരത്തിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഇവിടെ പക്ഷെ അങ്ങനെ ഒരു സർക്കാർ കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക? ലോകവ്യാപകമായി നോക്കിയാൽ ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു പദമുണ്ട്, അക്സെപ്റ്റബിൾ റിസ്ക്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എത്ര നഷ്ടമുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് അറിയാൻ പാടില്ലാത്തല്ല, നല്ല ഭംഗിയായി കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഇൻഷുറൻസ് കമ്പനികൾ, ആക്ച്വറിയൽ കമ്പനീസ്, അത് അവർ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും, ഓക്കെ നിങ്ങൾക്കൊരു 6% വരെ ഈ നഷ്ടം നിങ്ങൾക്ക് സഹിക്കാം, അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത്തരത്തിലാണ് ഇത് പലപ്പോഴും ഇത് പല കമ്പനികളും അല്ലെങ്കിൽ പല ബാങ്കുകളും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു രീതി നോക്കിയാൽ ഈ അക്സെപ്റ്റബിൾ റിസ്ക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതൊരു വലിയ വ്യാപകമായൊരു പ്രശ്നമാവാതെ
ഒരു 10-25% നഷ്ടത്തിലേക്ക് വരാതെ പലപ്പോഴും ഈ ഒരു മാറ്റത്തിന് അവർ തയ്യാറാവാറില്ല. ഇപ്പോൾ വിൻഡോസ് XP എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പലരും ചോദിക്കുമ്പോൾ ഇത് അറിവില്ലാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. അവരത് മാറ്റാനുള്ള എത്ര പണം ചിലവാകും എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം മാറ്റണോ അത് അടുത്ത വർഷം മാറ്റണോ, ഇപ്പം മാറ്റിയാൽ നമുക്ക് ഇത്രയും പണമോ അടുത്ത വർഷം മാറ്റിയാൽ ഇത്രയാവും, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ വന്നു, എല്ലാ ക്യാഷ്ലെസ് ഇക്കോണമി ശ്രീ രതീഷ് പറഞ്ഞതുപോലെ വന്നു. പക്ഷേ ആരും തന്നെ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ ക്യാഷ്ലെസ് ഇക്കോണമി എങ്ങനെ സുരക്ഷയോടുകൂടി ഉപയോഗിക്കാം. ബാങ്കുകൾ ഇപ്പോൾ നമ്മുടെ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടാൽ അതിനുള്ള പരിരക്ഷ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതിന് മുകളിലുള്ള പൈസ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അവർ തിരിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ പലരുടെയും അത് തിരിച്ചു തരാതെ വരുന്നിട്ടില്ല. കാരണം തിരിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള അവർ തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ ജനങ്ങൾ ഇതെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള അവബോധം ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. 2, ഈ ക്യാഷ്ലെസ് ഇക്കോണമി കൊണ്ടുവരുമ്പോൾ മോണിറ്ററിങ്ങും അതുപോലെയുള്ള സംവിധാനങ്ങൾ ആദ്യമേ ഒരുക്കേണ്ടിയിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു അക്സെപ്റ്റബിൾ റിസ്ക്കാണ്. നമുക്കിത് ആദ്യം ചെയ്യാം, റിസ്ക് വരട്ടെ, വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാം. അത് ഇന്ത്യ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അൺഫോർച്ചുനേറ്റ്ലി. ശ്രീ ആദർശ് നായർ, ഒരു പക്ഷേ ഞാനൊരു കൗതുകം കൊണ്ട് കൂടി ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലും വൈറസുകൾ വരും, ആ വൈറസുകളെ ഓവർകം ചെയ്യാനായി ഏതെങ്കിലും ആൻറ്റിവൈറസുകൾ രൂപപ്പെടും, അതിൻ്റെ ഒരു സ്പ്രെഡ്, ഒരു ഹൈപ്പ് ഒക്കെ പെട്ടെന്നുണ്ടാകും. അങ്ങനെ ഒരു എയിം കാണും ഒരു പക്ഷേ അങ്ങനെ ചില വൈറസുകൾ വരുന്നതിനും ഇങ്ങനെ ഒരു ആൻറ്റിവൈറസ് വരാൻ വേണ്ടി, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അറ്റാക്കിൽ നമ്മൾ പ്രതീക്ഷിക്കണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ എയിമുകൾ? അങ്ങനെ ഒരു എയിം അല്ല ഇതിൽ പ്യുവറായിട്ടും പൈസ എന്നൊരു കണക്ക് തന്നെയാണ്. കാര്യം നമ്മൾ ഒരിക്കലും ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ $300 ഡോളറിന് സമാനമായ ബിറ്റ് കോയിൻസ് അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് $600 ഇക്വലൻ്റായ ബിറ്റ് കോയിൻ. വീണ്ടും താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫയൽ ഡീക്രിപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ സിമ്പിളായിട്ട് അറ്റാക്കേഴ്സ് ചിന്തിച്ചിരിക്കുന്നത് റാൻഡമായിട്ട് കൊടുക്കുന്നു, നമ്മളെന്താ ചൂണ്ടയിൽ ഇരയിട്ട് കൊടുത്തത്തില്ലേ, ആരെങ്കിലും കൊത്തുന്നതും കൊത്തട്ടെ, പൈസ കിട്ടട്ടെ എന്ന രീതിയിൽ ഒരു മാസ് അറ്റാക്ക് നടന്നേ ഉള്ളൂ. കുറെ അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ആ ലക്ഷ്യം കണ്ടെത്താനായിട്ടുണ്ടാവില്ലേ? ഒരു പക്ഷേ അങ്ങനെ ഏതെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം 104 കൺട്രീസിൽ ഇത് അഫക്റ്റഡ് ആയിട്ട് 150ഓളം കൺട്രീസിൽ അഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പഞ്ചായത്തിന് ഏതായാലും ഈ $300 കൊടുത്ത് ഈ ഫയലുകൾ തിരിച്ചെടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കത്തില്ല. പക്ഷേ അങ്ങനെ സാധ്യതയുള്ള തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം? തീർച്ചയായും ഉണ്ടാകും. ഇതിൽ വന്നതിൽ ഒരു അറ്റാക്കാണ് നമ്മുടെ പഞ്ചായത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫോറിൻ കൺട്രീസ് എടുക്കുന്നെങ്കിൽ ഇത് സംഭവിച്ചത് ചിലപ്പോൾ ഏതെങ്കിലും മൾട്ടി ഡോളർ കമ്പനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റ്സിൻ്റെ അടുത്തായിരിക്കാം. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും പൈസ തിരിച്ചു കൊടുക്കും. ഇപ്പം ക്യാപ്റ്റൻ ലാൽ പറഞ്ഞ കണക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു ഡേറ്റ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. സിസ്റ്റം ഫോർമാറ്റ് ചെയ്ത് ആ ഡേറ്റ അങ്ങ് റീസ്റ്റോർ ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മളൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനും അല്ലാതെ നമ്മളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു IT കമ്പനി എടുക്കുകയാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഡേറ്റ എല്ലാ ആഴ്ചയും ഫ്രൈഡേ ഈവനിങ് ഡേറ്റ ഞാൻ ബാക്കപ്പ് ചെയ്യും. ഏതെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വൾണറബിലിറ്റി അസസ്മെൻറ്റ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് നടത്തി എല്ലാം ഉറപ്പുവരുത്തും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റഡ് ആണോ, ഇതൊക്കെ എൻഷുർ ചെയ്യാനും ചെക്ക് ചെയ്യാനും സെപ്പറേറ്റ് ടീംസ് ഉണ്ട്, അവിടെ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ IT മേഖല ഈ ഒരു അറ്റാക്കിന് അറ്റാക്ക് എഫക്റ്റ് ചെയ്യാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മുടെ എല്ലായിടത്തും കൊണ്ടുവരണം. എവിടെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണോ, എവിടെയൊക്കെ നമ്മൾ ഈ ഡിജിറ്റൽ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സിന് ചെയ്യാൻ കഴിയത്തില്ല. കാര്യം അവർക്ക് ഇന്റർനെറ്റ് തരുക എന്നാണുള്ളത്. ഇത് ഒരു ഏതൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിലും ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസറാണ്. സോ യൂസറിന്റെ ആ ഒരു വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു അറ്റാക്ക് അല്ല പല അറ്റാക്കും സംഭവിക്കുന്നത്. യൂസർ കോഷ്യസ് ആയിരിക്കുമോ, അതാണ് ഏറ്റവും വേണ്ടത്. ഈ വാണക്രിപ്റ്റ് പോലെയുള്ള അറ്റാക്സ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വളരെ വ്യാപകമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു അറ്റാക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജെഫ് എന്ന് പറഞ്ഞിട്ട്, അത് $2 അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷേ 2014 ഏതാണ്ട് $200 മില്യൺ അടുപ്പിച്ച് ഇവർ കളക്ട് ചെയ്തു. 2016 ആയപ്പോൾ 2016 ആയപ്പോൾ $1 ബില്യൺ ആൾക്കാർ ഇതുപോലെയുള്ള റാൻസമായിട്ട് കൊടുത്തത്. അപ്പോൾ 2017 കണ്ടിരിക്കാം ഈ $1 ബില്യൺ എന്നുള്ളത് പല ബില്യൺസ് ആയിട്ട് മാറും. പക്ഷേ എന്നാലും ഒരു $1 ട്രില്യൺ ഇക്കോണമി ഉള്ള ഒരു ഗ്ലോബിൽ $1 ബില്യൺ ഒന്നുമല്ല. അപ്പോൾ പലപ്പോഴും അത് ഇതുപോലുള്ള ബാങ്കിങ് പോലെയുള്ള മേഖലയിൽ ഇങ്ങനെയുള്ള അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ അവർ പണം കൊടുക്കും, അവരുടെ ഡേറ്റ തിരിച്ചു വാങ്ങിക്കും.
ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാണാക്രിപ്റ്റ് വന്നപ്പോൾ അതിൽ ഏകദേശം 25 lakhs ആണ് അവർ കളക്ട് ചെയ്തെന്നാണ് ഞാൻ വായിച്ചത്. ഇത് ഗ്ലോബലി അവർക്ക് കളക്ട് ചെയ്യാൻ കിട്ടിയത് ഏകദേശം 25 lakhs rupees ആണ് അവർക്ക് കിട്ടിയത് ഈ ഒരു അറ്റാക്ക് കാരണം. യെസ്, ഏതായാലും ശ്രീ രതീഷ് മേനോൻ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നമ്മുടെ തൊട്ടടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടത് നമ്മുടെ ആൻഡ്രോയിഡ് സംവിധാനത്തിലേക്ക് ഇത് വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയപ്പെടലിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു സമയമാണോ ഇത്? ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ OS ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ആൻഡ്രോയിഡിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ രതീഷ്. ഇല്ല, ലീനക്സ് ബേസ്ഡ് ആണ് ആൻഡ്രോയിഡ്. അതുകൊണ്ട് തന്നെ ലീനക്സിൽ നമുക്കറിയാം, ലീനക്സിൽ ഇത്തരം അറ്റാക്കുകൾ, ലീനക്സിലും മാക്കിലൊക്കെ ഇത്തരം അറ്റാക്കുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിൽ ഇത്തരം അറ്റാക്കുകൾ കുറയും. പക്ഷെ ഇവിടെ ഇന്ന് സൈബർ ഡോമിൽ തന്നെ 1-2 പേർ എൻ്റെ അടുത്ത് ഒരു ഇതായിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു 3-4 മൊബൈലിൽ, അത് ഇതുകൊണ്ടാണോ എന്ന് വ്യക്തമല്ല, ആ ഫോൺ മൊത്തമായിട്ട് വൈപ്പായി എന്ന് കേൾക്കുന്നുണ്ട്. സൈബർ ഡോമിൽ അങ്ങനത്തെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതിന്റെ ഭാഗമാണോ എന്നറിയില്ല എങ്കിലും ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീനക്സിനെയും ബാധിക്കാം. കാരണം ലീനക്സിലും ചില സ്ഥലത്ത് അങ്ങനത്തെ, അതായത് ഏതോ റെഡ് ഹാറ്റ് ലീനക്സിന്റെ ഒരു വേർഷനിൽ മറ്റേ ഇങ്ങനെ ചെറിയ ഇതായിട്ട് ബാധിച്ചു എന്നും നെറ്റിൽ നമുക്ക് റിപ്പോർട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെയും പൂർണ്ണമായിട്ട് വരില്ല എന്ന് 100% ഒരു ഉറപ്പൊന്നും വേണ്ട. ടെക്നോളജിയാണ്, എന്തും ബ്രേക്ക് ചെയ്യാം, ആർക്കും ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മുൻധാരണ ഒന്നും നമുക്ക് വേണ്ട. നമ്മളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുക. കൂടുതൽ പറഞ്ഞ പോലെ കൂടുതലും മെയിലുകളിൽ കൂടിയും അതൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മളെ കുറച്ചൊരു കോമൺ സെൻസ് പറയാം, ഒപ്പം അത്യാഗ്രഹം ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലൊക്കെ കുറേയൊക്കെ ഇത് തടയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ശ്രീ കൃഷ്ണലാൽ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ എത്തിക്കാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നമ്മൾ ഈ ആദ്യമായിട്ടുണ്ടാകുന്ന ഈ ഒരുപക്ഷെ വലിയൊരു സൈബർ ആക്രമണത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ബോധവൽക്കരണത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ തുടങ്ങേണ്ടത് നമ്മൾ ഈ പഞ്ചായത്തുകൾ പോലെയുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ്. അവിടെ എങ്ങനെയായിരിക്കാം അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഇതിൽ 2 തലങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഗവൺമെൻറ് അതുപോലെയുള്ള വലിയ കമ്പനികൾ, ബാങ്കുകൾ, അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരത് ആദ്യം ചെയ്തേ മതിയാവും. ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എൻഡ് യൂസർ അല്ലെങ്കിൽ പൊതുജനത്തിന് കൊണ്ട് കൊടുക്കുന്നത് ശരിയായൊരു നടപടിയല്ല. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ഇപ്പോൾ രാത്രി ഇരുട്ടത്ത് പോയി ഒറ്റയ്ക്കാരും ഇറങ്ങി നടക്കാറില്ല, അല്ലെങ്കിൽ കയ്യിലൊരു ടോർച്ചെങ്കിലും ഉണ്ടാവും, പാമ്പുണ്ടോ എന്നൊക്കെ നോക്കിയേ നമ്മൾ നടക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണ് നമ്മളിപ്പോൾ ടേബിളിന് പുറത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബ്ലൂടൂത്ത് ഓണാണോ, അതുപോലെ വേറെ എന്തെങ്കിലും ഷെയറുകൾ ഓണാണോ, അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണോ, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബോധവൽക്കരണം എന്ന് മാത്രമല്ല, മനുഷ്യ സഹജമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ നടന്നു പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വീഴും എന്ന് നമുക്കറിയാം. അതുപോലെ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. അതിന് മുമ്പ് നമുക്ക് കുറെ കിട്ടുകയും ചെയ്തു, നമ്മൾ ഭയങ്കര ആക്റ്റീവായി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അപ്പം ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ വാണക്രൈ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു രീതിയിൽ നല്ലതാണെന്ന് ഞാൻ കരുതുക. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ പ്രേരിപ്പിക്കും. ഇനിയിപ്പോൾ നമ്മുടെ മെട്രോകളെല്ലാം വന്നു, എല്ലാം ഓട്ടോമേറ്റഡായി, നമ്മൾ കുറേ കൂടെ ഓട്ടോമേറ്റഡ് കാറുകളൊക്കെ വന്നു. അതിലൊക്കെയാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായിരിക്കും. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്യപ്പെടുക, എയർലൈനുകൾ അറ്റാക്ക് ചെയ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യജീവൻ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കരുതുക. നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. എൻഡ് യൂസറും ആവശ്യത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോധം ഉണ്ടാവണം. പക്ഷേ ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. വലുതല്ല, വളരെ അധികം പങ്കുണ്ട്. ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റേഴ്സ്, അതുപോലെയുള്ള മോണിറ്ററിംഗ് സിസ്റ്റംസ്, ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും അവർ പ്രാപ്തരായിരിക്കണം. ഒരുപക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകളുടെ തലത്തിലായാൽ പോലും ഒരു എന്താ പറയുക, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഉള്ള ടെക്നിക്കൽ അവയർനെസ് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ നിയമിക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണോ?
അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് വർക്ക്ഷോപ്പുകളും ഒരുപാട് ട്രെയിനിങ്സും നമ്മുടെ സൈബർഡോം തന്നെ മുൻകൈ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കോഡ്സെക് എന്നൊരു ഈവെൻറ്റ് നടത്തിയായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിന് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇൻവൈറ്റ് ചെയ്ത് അവരുടെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് നമ്മളിത് കണ്ടക്ട് ചെയ്തത്. പിന്നെ കൊക്കൂൺ എന്നുള്ള ഒരു കോൺഫറൻസ് നടത്തുന്നുണ്ട്. അതിലും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല അവയർനെസ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സൈബർഡോമിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അല്ലാതെയുള്ള പ്രസ് റിലീസ് ഉണ്ട്. റാൻസം വെയറുമായിട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ സൈബർഡോമിൽ നേരത്തെ പറഞ്ഞു റാൻസം വെയർ സ്കൂൾ എന്നൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സൈബർഡോമിനകത്തുണ്ട്. അത് കൂടുതലും അത് റാൻസം വെയറിൻ്റെ പാറ്റേൺസ്, റാൻസം വെയറിനെ കുറിച്ചുള്ള അനാലിസിസ്, റാൻസം വെയറിനെ കുറിച്ചുള്ള റിസർച്ച്, നമുക്കിതെങ്ങനെ നമുക്ക് പ്രോ ആക്റ്റീവായിട്ട് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള സ്റ്റഡീസാണ് നടത്തുന്നത്. ഇപ്പം തന്നെ ഫ്രൈഡേ ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിച്ചു എന്നുള്ള നമ്മുടെ മീഡിയാസിലെല്ലാം വായിച്ചു. അതിനുശേഷം ഇതിനെ അനലൈസ് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് അവയർനെസ് കൊടുത്തു. പ്രസ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ നമ്മുടെ സാധാ യൂസേഴ്സിന് എന്തൊക്കെ മുൻകരുതൽ അവരെടുക്കണം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസറി നോട്ട് എല്ലാവർക്കും പബ്ലിഷ് ചെയ്തു. അത് ജനങ്ങളും യൂസേഴ്സും നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കണ്ണു തുറന്ന് അതിനെ സമീപിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള അറ്റാക്സ് എല്ലാം ഒഴിവാക്കാം. ചർച്ചയിലേക്ക് വരികയാണ് ശ്രീ രതീഷ് മേനോൻ. പക്ഷേ നമുക്ക് ചർച്ച കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ വളരെ സജീവമായിട്ട് തന്നെ ഈ ടെക്നോ മേഖലയിൽ ജനങ്ങളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി വളരെ ചുരുങ്ങി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വണാക്രയെ മാറ്റി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അതിൽ വീണു പോവാതിരിക്കാൻ വേണ്ടി? വളരെ പെട്ടെന്ന്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിൻഡോസിൻ്റെ റീസ്റ്റോർ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് നിലവിലുള്ള വിൻഡോസും അതിലുള്ള ഫയലുകളും ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്തിട്ട് സേഫ് മോഡിൽ കയറി വീണ്ടും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക. മിക്കവാറും ജെന്യൂൻ അല്ല എന്ന് കാണിക്കുന്നതുകൊണ്ട് മിക്ക ആൾക്കാരും അത് ചെയ്യില്ല. നല്ലൊരു ആൻറ്റിവൈറസ്, അത് ഈ പറഞ്ഞ പോലെ കാസ്പെർസ്കി പോലെ, ഞാനൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യില്ല, എന്നാലും കാസ്പെർസ്കി പോലെയുള്ള നല്ല ബ്രാൻഡിലുള്ള ഒരു ആൻറ്റിവൈറസ് തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യുക. ഒപ്പം മാൽവെയറുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് ആൾക്കാർക്കൊരു വിചാരമുണ്ട് ആൻറ്റിവൈറസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്തോളുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് കൂടാതെ മാൽവെയർ ബൈറ്റ്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു മാൽവെയർ ബൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇപ്പോൾ അവർ ആൻറ്റി മാൽവെയർ എന്ന് പറഞ്ഞ ആൻറ്റി റാൻസം വെയർ എന്ന് പറഞ്ഞ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളാവാം. അപ്പോൾ അതുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള മെയിലുകൾ, നമുക്ക് ആകർഷകമായ മെയിലുകൾ ധാരാളം വരും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ വരും. ഇതൊക്കെ കണ്ണടച്ച് പോയി ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാവുന്നത്. അതായത് കൂടുതലും ഇപ്പം ഗവൺമെന്റിന് നമ്മളെ ബോധവൽക്കരിക്കാമെന്നല്ലാണ്ട് ഇതൊന്നും ചെയ്യരുതെന്ന് നമുക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് കുറച്ച് ഇത് ചെയ്യുക. കാരണം വർഷങ്ങളായിട്ട് ഏത് വൈറസ് ഇറങ്ങുമ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഒരു ബേസിക് ആണ്. ഇന്നും അന്നും ഏകദേശം ബേസിക് കാര്യങ്ങളൊന്നും മാറ്റില്ല. പക്ഷെ നമ്മൾ എന്നിട്ടും പഠിച്ചിട്ടില്ല. ഞാൻ തിരികെ ഏതായാലും സൈബർഡോമുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ കൃഷ്ണലാൽ, അവിടെയാണ് ഈ സെക്യൂരിറ്റി ഓപ്പറേറ്റിംഗ് സെന്റർ എന്നതിനെ കുറിച്ചൊരു. അതെ, സൈബർഡോം അതുപോലെ തന്നെ IT മിഷൻ, കമ്പനീസ് ലൈക്ക് CDC വർക്ക് വെരി ക്ലോസ് വിത്ത് കേരള പോലീസ് ആൻഡ് IT മിഷൻ. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉണ്ടാക്കാനുള്ള നോളജ് ബേസ് കൊടുക്കുക. അപ്പോൾ സൈബർഡോം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് തന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോട് കൂടിയാണ്. അപ്പോൾ IT വിദഗ്ധർ പുറത്തുള്ളവരാണെങ്കിലും കേരളത്തിനുള്ളിലുള്ളവരാണെങ്കിലും ഇവരെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ സൊസൈറ്റി സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി കേരള പോലീസുമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഇതിനുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. CDC പോലെയുള്ള കമ്പനികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഗവൺമെൻറ്റിനും ഈ IT മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്കും ഇതേപ്പറ്റി നല്ല അറിവാണുള്ളത്. അവർക്ക് നല്ല ഒരു സംവിധാനമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് പിന്നെയും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ പോലെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വൾനറബിലിറ്റി അസസ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുള്ള പണം മാറ്റിവെച്ചതായി അറിയുന്നുണ്ട്. ഈ അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്നാണ്
എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സമയപരിമിതിയുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ കൃഷ്ണൻലാൽ, ഒപ്പം തന്നെ ശ്രീ ആദർശ് നായർ, ഒപ്പം തന്നെ ശ്രീ രതീഷ് ആർ മേനോൻ ഈ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചത്. ഏതായാലും ഇപ്പോഴത്തെ ഈ വോണക്രൈ നമ്മൾ പാനിക് ആവേണ്ടതില്ല. നമ്മൾ കുറേ കരുതിയിരിക്കുക, നമ്മൾ കൂടുതൽ അവെയർ ആകുക എന്നുള്ളതാണ്. ഇതൊരു സൂചനയാണ്. അതുകൊണ്ട് ആ സൂചന ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ അവെയർ ആകുക എന്നത് തന്നെയാണ് ചർച്ചയിൽ പൊതുവായി എക്സ്പേർട്ടുകളെല്ലാം തന്നെ പറഞ്ഞത്. ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി.